നമസ്കാരം. ഞാൻ രാജേഷ് ബാലരാമപുരം, സിനി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു സിനിമ പോളിസി നിയമം നടപ്പിൽ വരികയാണ്. നല്ല സിനിമ നല്ല നാളേക്ക് എന്ന വാക്യം ഉൾക്കൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവരുടെ നേതൃത്വത്തിൽ 2 ദിവസം തിരുവനന്തപുരം നിയമസഭാ ഗാലറിയിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ സംഘടനയെ പ്രതിനിധീകരിച്ച് ഞാനും നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി മിനി ഓമനക്കുട്ടൻ, ട്രഷറർ പ്രസാദ് റാന്നി എന്നിവർ പങ്കെടുക്കുകയുണ്ടായി. നമ്മുടെ ആവശ്യങ്ങൾ വ്യക്തമായ രീതിയിൽ തന്നെ സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. സിനി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. നമ്മൾ കേരളത്തില് ലൂസിഫർ ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ വൻ ബഡ്ജറ്റിൽ വിജയിക്കുകയുണ്ടായി. എന്നാൽ അതിൽ അഭിനയിച്ചത് ഞാനും അഭിനയിച്ചു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. എനിക്ക് ഈ നിമിഷം വരെയും അതിന്റെ പൈസ പോലും കിട്ടിയിട്ടില്ല. എന്നാൽ പ്രൊഡ്യൂസറുടെ കുറ്റമല്ല, പ്രൊഡ്യൂസർ കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നു. നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 400, 500, ചിലപ്പോൾ പറയും ബില്ല് മാറിയില്ല. പടം റിലീസായി കോടികളെ ബഡ്ജറ്റ് കിട്ടി, മാസങ്ങൾ കഴിഞ്ഞാൽ പോലും അതിന്റെ പൈസ കിട്ടാത്തതുണ്ട്. എമ്പുരാൻ സിനിമയിൽ അഭിനയിച്ച നിരവധി പേരുടെ പരാതി എന്റെ സംഘടനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ അവരെ പൈസ അവരെ കൈകളിൽ കിട്ടിയിട്ടില്ല. ഇതിന് ഒരു പ്രതിവിധി എന്ന് പറയുന്നത്, സാറ് തന്നെ എന്റെ സംഘടനയുടെ 2ാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞു, ഈ ചൂഷകരെ ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് തീർച്ചയായിട്ടും ഈ ഇടനിലക്കാരായ ചൂഷകരെ ഒഴിവാക്കുക. ഈ കോർഡിനേറ്റർമാരെന്ന് പറയുന്നത് അവർക്കും ജീവിക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഓരോ കോർഡിനേറ്ററുടെയും കൈമറിഞ്ഞ് വരുമ്പോൾ നമ്മളെ ആൾക്കാർക്ക് കിട്ടുന്ന പൈസ വെറും തുച്ഛമായിട്ടുള്ള പൈസയാണ്. ഇപ്പൊ ഒരു 7000-ലധികം അംഗങ്ങൾ എന്റെ സംഘടനയിലുണ്ട്. പക്ഷെ പല സെറ്റുകളിലും കൃത്യമായിട്ടുള്ള പേയ്മെന്റ് അവർക്ക് കിട്ടുന്നില്ല. അത് ചിലപ്പോൾ ഒരു പ്രക്ഷോഭമായി മാറാൻ സാധ്യതയുണ്ട്. ഞാനിന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വേണ്ടപ്പെട്ട ഒരാളിനെ കണ്ട് കാര്യം സംസാരിച്ച് നമുക്കൊരു മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം 14-ാം തീയതിക്ക് ശേഷം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുവരെ ക്ഷമിക്കാനും തയ്യാറാണ്. ഈ കോർഡിനേറ്റർ കാരണം ഈ മേഖലയിൽ ഇതുകൊണ്ട് ജീവിക്കുന്ന വയസ്സായ ആൾക്കാരുണ്ട്. ആ പൈസ കിട്ടിയാൽ അവർക്ക് മരുന്നോ വസ്ത്രമോ ഇതൊക്കെ വാങ്ങാന്ന് വെച്ച് വരുന്ന നിരവധി പേരുണ്ട്. ഇന്ന് ഇവിടെ ചർച്ചയിൽ നടന്ന പാനലുകൾ ഇവിടെ സംസാരിച്ചതിൽ ഒരാള് പോലും, ഒരു പാനലിസ്റ്റ് പോലും സാധാരണക്കാരായ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു കാര്യം പോലും ഇവിടെ ഇന്ന് സംസാരിച്ചിട്ടില്ല. അതെന്താണ് കാരണം? സമ്പന്നരും അധികമായി ലക്ഷങ്ങൾ സമ്പാദ്യം വാങ്ങുന്ന ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും മാത്രം മതിയോ സിനിമയ്ക്ക്? എങ്കിൽ അവരെ കൊണ്ട് മാത്രം സിനിമ വിജയിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വെറുതെ ഒരു പാസിംഗ് ചെയ്യുന്നു. അവര് സിനിമ ഇറങ്ങുമ്പോൾ അവരെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിളിക്കും, ഞാൻ ആ സിനിമയിലുണ്ട്, എന്റെ തല അതിൽ കണ്ടു. അങ്ങനെ അവര് വിളിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർ, പ്രേക്ഷകരാണ് ഈ സിനിമയെ വിജയിപ്പിക്കുന്നത്. അല്ലാതെ മെയിൻ ആർട്ടിസ്റ്റിന്റെ ഭാര്യയോ മക്കളോ 2 പേര് വന്ന് സിനിമ കണ്ടെന്ന് വെച്ച് ഈ പടമൊന്നും ഒരിടത്തും വിജയിക്കില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുള്ള ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് ഈ സിനിമ വിജയിക്കുന്നത്. അതുപോലെ തന്നെ സീരിയൽ മേഖലയിലും ഒരു ഷൂട്ട് നടന്ന സ്ഥലത്ത് 10-12 മണിക്ക് ശേഷം 4 സ്ത്രീകള് പൊന്മുടി എന്ന സ്ഥലത്ത്, അവർക്ക് വീട്ടിൽ പോകാൻ നിർവാഹമില്ല, ബസ്സില്ല, എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ ഏതൊരു കാര്യവും ചെയ്യുന്നില്ല. അവസാനം ഞാൻ തന്നെ ഒരു വാഹനം പിടിച്ച് കൊണ്ടുവന്ന് അവരെ വിളിച്ച് അവരെ വീട്ടിൽ കൊണ്ടാക്കേണ്ടി വന്നു. ഈ 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് ബസ് ഫെയർ മാത്രമാവും. അവർക്ക് വീട്ടിൽ ചെലവിനോ ഒന്നിനും ഒരു പൈസയും അതിൽ കിട്ടുന്നില്ല. ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് രാകേഷ് സാറിനെ നേരിൽ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ കൃത്യമായിട്ടുള്ള പേയ്മെന്റ് ഓരോ വർക്കിനും കൊടുക്കുന്നുണ്ട്. 1300 രൂപ വീതം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ പൈസ നിങ്ങളെ കയ്യിൽ കിട്ടാത്തത് ഇതിന് ഇടയ്ക്ക് നിൽക്കുന്ന കോൺട്രാക്ടർമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന കോർഡിനേറ്റർമാരുമാണ് ഈ പൈസ എത്രയും കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ അദ്ദേഹവുമായി 1 മണിക്കൂറിലധികം സംസാരിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ള ഈ ഒറ്റ കാര്യമാണ്, ഈ ഇടനിലക്കാരെ അങ്ങ് ഒഴിവാക്കിയാൽ നിങ്ങളുടെ പേയ്മെന്റ് നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. 400 രൂപ ഇപ്പൊ സുരേഷ് ഗോപിയുടെ പണം നടക്കുന്നു. ഇന്നലെ എനിക്ക് 4 പരാതി വന്നു. അവർ
ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കോൺട്രാക്ടേഴ്സ് ആണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. 1000 പേരെ സംഘടിപ്പിക്കാൻ നിർമ്മാതാവിനും അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർക്കും പറ്റും. ആ കോൺട്രാക്ടർ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി ഇവർ കൊടുക്കാത്തതാണ്. അതിപ്പോ അതെ ചുമതലയുണ്ട്. ഞാൻ മിനി ഓമനക്കുട്ടൻ, CAW സിനി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങളുടെ സംഘടനയിലുള്ളവരെല്ലാം വളരെ പാവങ്ങളാണ്. ഞങ്ങൾക്ക് ആ സംഘടനയിലുള്ളവർക്ക് അർഹതപ്പെട്ട വേതനം വാങ്ങിച്ചു കൊടുക്കണം. അതിനാണ് ഞങ്ങൾ ഈ സംഘടനയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സർക്കാരിൽ നമ്മൾ എല്ലാ രീതിയിലുള്ള പേപ്പർ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രകാരം തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു വേദിയിൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ കുഞ്ഞിലെ തന്നെ ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിന്റെ സങ്കടം കണ്ട് വളർന്നൊരു ലേഡിയാണ് ഞാൻ. അതായത് എൻ്റെ അമ്മ 40 വർഷം കൊണ്ട് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരാഴ്ച എറണാകുളത്ത് വർക്കിന് പോയിട്ട് അമ്മ കൊണ്ടുവരുന്ന വേതനം എന്ന് പറഞ്ഞാൽ വെറും 500 രൂപയാണ്. അന്ന് ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. എനിക്ക് അച്ഛനില്ല. എൻ്റെ അമ്മയെ കൊണ്ടുവരുന്ന ആ ഒരു പൈസ വളരെ ശോചനീയമാണ്. കാരണം എൻ്റെ അമ്മയുടെ അമ്മ പറയും, ഇനി നീ ഇതിന് പോകണ്ട, വീട്ടിലിരിക്കുക, എന്തിനാ ഇങ്ങനെ പോകുന്നത്. അപ്പം എൻ്റെ അമ്മയ്ക്ക് സിനിമയിൽ മുഖം കാണിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അമ്മ ഈ വേദിയിലോട്ട് കടന്നു വന്നത്. പക്ഷെ അതിനുശേഷം ഞാനും ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വന്നു, സീരിയലുകളിൽ അഭിനയിക്കാൻ വന്നു. അപ്പോഴൊക്കെ ഞാൻ കണ്ടുവന്നത് നമുക്ക് കിട്ടുന്ന വേതനം വളരെ തുച്ഛമായ വേതനങ്ങളാണ്. അന്ന് ആ അവസ്ഥയിൽ എൻ്റെ അമ്മ കണ്ണുനീരോടെ കൊണ്ടുവന്ന ആ പൈസ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ആ പൈസ കൊണ്ട് ഞാൻ വളർന്നിട്ടുമുണ്ട്. പക്ഷെ ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സാധന വിലകളിലുമെല്ലാം നമുക്ക് ഈ ഒരു കുടുംബം പോറ്റിക്കൊണ്ട് പോകാനേ ഈ നമുക്ക് ശമ്പളം കൊണ്ട് പറ്റത്തില്ല. ഞങ്ങൾക്ക് മിനിമം 1200 വേതനം ഞങ്ങൾക്ക് കിട്ടണം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾക്ക്. അതിനാണ് ഞങ്ങളുടെ ഈ ശ്രമവും. എന്തായാലും നമുക്ക് വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ ബസ് ഫെയർ എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന വേതനം വളരെ കുറവാണ്. പിന്നെ സെറ്റുകളിലാണെങ്കിൽ പല രീതിയിലാണ് കോർഡിനേറ്റർമാർ ശമ്പളങ്ങൾ കൊടുക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത്. എനിക്കൊരു ഒരു രീതിയിലാണെങ്കിൽ മറ്റൊരാൾക്ക് വേറെ രീതിയിൽ, അങ്ങനെ കാശിൻ്റെ പ്രശ്നം തന്നെ ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കൂടാതെ ഔട്ട്ഡോർ സെറ്റുകൾ ഞങ്ങൾ വർക്കിന് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് വസ്ത്രം മാറാനുള്ള ഇടം കിട്ടിയിട്ടില്ല. ഒരു സാരി മറച്ചു പിടിച്ചൊക്കെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ വസ്ത്രം മാറിയിട്ടുണ്ട്. ശുചിമുറികളായാലും എല്ലാം ഞങ്ങൾക്കത് പ്രത്യേകം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കുന്ന രീതിയിൽ അത് ഏർപ്പെടുത്തണം. പിന്നെ ഞങ്ങളുടെ ഈ വർക്കുകളെല്ലാം സംഘടന വഴി കിട്ടണം. അതിന് നിർമ്മാതാക്കൾക്ക് സാറ് നിർദ്ദേശം കൊടുക്കണം. കൂടാതെ ഭക്ഷണ രീതികൾ നേരത്തെ പറഞ്ഞതുപോലെ 2 രീതിയിലാണ് ഭക്ഷണ രീതികൾ വിളമ്പുന്നത്. ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകം, അവർക്ക് പ്രത്യേക രീതിയിൽ അവരെ ക്യാനിൽ കൊണ്ടുവയ്ക്കുന്നത് ഞങ്ങൾ കണ്ണാൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മീൻ കറി ആയിരുന്നാലും അതിൽ ചിലപ്പം കറി മാത്രമായിരിക്കും, കഷ്ണമൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അതിലൊന്നും സങ്കടമില്ല. എങ്കിലും അത് വളരെ വേദനാജനകമാണ്. പല സ്ഥലത്തും നമുക്ക് ആർട്ടിസ്റ്റുകളുടെ കൂടെ ഇരുന്ന് ഞങ്ങളൊരു തുച്ഛമായ രീതിയിലുള്ളൊരു നോട്ടവും കാഴ്ചപ്പാടുകളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വേദനയിലാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വിഷയങ്ങളെല്ലാം വ്യക്തമായി നമ്മൾ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിന് ബഹുമാനീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു മറുപടി നമ്മൾ പ്രതീക്ഷിച്ചു. അത് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. ഏതൊരു കാരണവശാലും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ശമ്പളത്തിൽ കൈയിട്ട് വാരാൻ ഒരുത്തരെയും അനുവദിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായി നടപ്പാകും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ അതിൻ്റെ നിയമനിർമ്മാണം വരും. സിനിമാ മേഖല മൊത്തത്തിലൊരു ഉടച്ചുവാർക്കലാണ് വരുന്നത്. സർക്കാർ പറഞ്ഞത് ഇവിടെ അമ്മ, ഫെഫ്ക, മാക്ട, സിനി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് എന്ന് പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഘടന, ഇതൊന്നും അല്ല. എല്ലാ സംഘടനകളും സർക്കാരിൻ്റെ മുന്നിൽ തുല്യതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ഇന്നലത്തെ പരിപാടി പങ്കെടുത്തപ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സഹകരണമാണ് നമുക്ക് വരുന്നത്. അവരും പറയുന്നത് ഈ ഇടനിലക്കാരാണ് ഈ പൈസ ഇത്രയും കൊണ്ടുപോകുന്നത്. നമ്മൾ കൃത്യമായി പൈസ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. വാർക്കുകൾ നേരിട്ട് സംഘടനയ്ക്ക് നൽകുക, കൃത്യമായിട്ടും
നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരെ ഏത് ജില്ലകളിൽ നിന്ന് വേണമോ അവിടെ നിന്ന് നിങ്ങൾക്ക് നമ്മൾ നൽകും. പേയ്മെൻറ്റ് സംഘടനയ്ക്ക് തരണ്ട, പേയ്മെൻറ്റും അവർക്ക് നേരിട്ട് കൊടുത്താൽ മതി. 1200 രൂപ നമ്മുടെ അംഗങ്ങൾക്ക് കൃത്യമായി കൈ കിട്ടിയാൽ നമ്മൾ വളരെയധികം സന്തോഷമാണ് നമുക്ക്. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഈ 400-500 രൂപ അതൊന്നും ഒരിക്കലും അംഗീകരിക്കാക്കില്ല. അതോടൊപ്പം തന്നെ ഈ 8 മണിക്കൂർ തൊഴിൽ, അതും മന്ത്രി പറഞ്ഞു 8 മണിക്കൂറുള്ള തൊഴിലിലേക്ക് മാറ്റണം. അത് നിയമനിർമ്മാണം നടപ്പാവുകയാണ്. ചിലർക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ വെറും കളിവിളയായിട്ടാണ്, ഇവരെ പറ്റിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാരും ഇവരൊക്കെ സമയം കളഞ്ഞവിടെ വന്നിരിക്കില്ലല്ലോ. 2 ദിവസത്തെ പരിപാടിക്കൊന്നും ആരും വന്നിരിക്കില്ല അല്ലേ? അപ്പോൾ അതൊരു വലിയൊരു നിയമനിർമ്മാണമായിട്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം വ്യക്തമായിട്ട് നമ്മളുടെ ഓരോ മനുഷ്യൻ്റെയും അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തി നടപ്പാക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് വീണ്ടും നമ്മളുടെ നന്ദി അറിയിക്കുകയാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഞാൻ അത് ആദ്യം തന്നെ ആ ഭാഗമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഹൃദയസ്പർക്കായ ചർച്ചയാണ്. അവരുടെ ശമ്പളം സംബന്ധിച്ച്, അവർക്ക് സുരക്ഷിതമായ ശുചിമുറിയില്ലാത്ത വിഷയം, അവർക്ക് വസ്ത്രം മാറാനുള്ള സ്ഥലമില്ലാത്ത വിഷയം, 14 മുതൽ 16 മണിക്കൂർ വരെ തൊഴിൽ ചെയ്യുന്ന വിഷയം, ഇങ്ങനെ ഒരു ആധുനിക ലോകത്ത് ഒരു തൊഴിൽ മേഖലയിലും കാണാൻ പാടില്ലാത്ത, ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ശരിയോ തെറ്റോ എനിക്കറിയില്ല, ഉന്നയിച്ചിരിക്കുന്നു. ഗൗരവമായിട്ടാണ് നമ്മളത് കാണേണ്ടത്. ഒരു തൊഴിലിടമെന്ന നിലയിൽ ഇത്തരം പ്രവണതകൾ നിലനിൽക്കുന്നു എങ്കിൽ അതിനെ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെന്ന നിലയിൽ കൃത്യമായ വേതനം കൊടുക്കാൻ, വിശ്രമ സമയം നിശ്ചയിക്കാൻ, കൃത്യമായി ഭക്ഷണം കൊടുക്കാൻ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അടിസ്ഥാന സൗകര്യം നിർവഹിക്കാൻ, ജോലി സമയത്തിന്റെ കൃത്യത കൈവരുത്താൻ കഴിയുന്ന നിയമപരമായ കാര്യങ്ങൾ, ബോധവൽക്കരണത്തിലൂടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്തേ പറ്റൂ. അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. അതൊരു ബോധത്തിന്റെ വിഷയമാണ്. ഇന്നലെ നമ്മൾ ചർച്ചയുടെ ഇടയിൽ ഞാൻ ചോദിച്ചല്ലോ, ഈ ഭക്ഷണം പല തരത്തിലാണ് കൊടുക്കുന്നത് ഞാൻ ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ ഷൂട്ടിംഗ് കേന്ദ്രത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് സംശയം കൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് 2-3 ക്രൈറ്റീരിയ ആയിട്ടുള്ള ഭക്ഷണം തരുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു അങ്ങനെയല്ല, ഭക്ഷണം വിളമ്പുന്ന ആൾ പറഞ്ഞു അങ്ങനെയല്ല. എന്തും ആയിക്കോട്ടെ, അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം ഈ കോൺക്ലേവിന്റെ ഭാഗമായി പോളിസിക്കകത്ത് ഉണ്ടാകണമെന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. എല്ലാ